അങ്ങനെ ഗെയ്സ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയെടുത്ത് നമ്മൾ ലുലു മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോട്ടൽ നോക്കിയാണ്. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് ലുലു മാളിൽ കയറാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ യാത്ര തുടങ്ങി. അപ്പോൾ കുറേ ഹോട്ടലുകൾ ഇങ്ങനെ നോക്കി പോകുന്നു. ഓരോ ഹോട്ടലിലെത്തുമ്പോഴും ഹോട്ടലിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇങ്ങനെ ഹോട്ടൽ നോക്കി ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ലുലു മാൾ കഴിഞ്ഞിട്ട് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് നമ്മളിതാ ലുലു മാളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം തിരക്ക് കുറവുണ്ട്, വലിയ തിരക്കൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും നമുക്ക് ലുലു മാളിലേക്ക് കയറാം. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണാം. ഓക്കേ. അങ്ങനെ കേസ് നമ്മളിത് ആ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ലുലു മാളിനകത്ത് തന്നെ. അപ്പോൾ റേറ്റ് കുറവുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മളിതാ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ഡ്രസ്സും ചെരുപ്പും ഒക്കെ നല്ല നമുക്ക് അത്യാവശ്യം നമ്മളെ കയ്യിൽ പൈസയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം.
അങ്ങനെ ഗേസ് ലുലു മാൾ ഫുള്ള് ഇതാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തത് ബില്ലടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബില്ലിംഗ് സെക്ഷനിൽ. ബില്ലടിക്കുന്നിടത്ത് തിരക്കുണ്ട് കേട്ടോ. അപ്പം എന്താ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ബില്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സാധനമൊക്കെ വാങ്ങിച്ച് നമ്മളിനി തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വണ്ടി എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തുണ്ടോ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് റോഡിൽ, കാരണം റോഡിൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം പാഴ്സൽ. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡും കൂടി വാങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ച സാധനങ്ങളായിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് റേറ്റ് ഉണ്ട് ഓരോ സാധനങ്ങളും. പിന്നെ ആകെ റേറ്റ് കുറവ് കുബൂസ് വാങ്ങിയാൽ മാത്രം റേറ്റ് കുറവുണ്ട്, ബാക്കിയെല്ലാം നല്ല റേറ്റാണ്. അപ്പം സാധാരണക്കാരായ മനുഷ്യർക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് നല്ല റേറ്റാണ് ഓരോ സാധനങ്ങൾ. പിന്നെ ക്വാളിറ്റി അതനുസരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത്രയും ക്യാഷൊന്നും ആവത്തില്ല, അതിനകത്ത് നല്ല റേറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഗേസ് നമ്മളിതാ ഫുഡ് പാഴ്സലായിട്ടുണ്ട്. അപ്പം ബ്രോസ്റ്റഡാണ് വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ നമ്മൾ ത്രിവേണിയാണ് വാങ്ങിക്കുന്നത്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത് ത്രിവേണിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബ്രോസ്റ്റഡൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ ഇനി ഫുഡ് കഴിക്കാനായിട്ടൊക്കെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഫുഡൊക്കെ കഴിച്ചിട്ട് ഇൻഷാല്ലാ കിടന്നുറങ്ങണം. അപ്പം ഇൻഷാല്ലാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.